والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله العظيم القدرة والشان بسم الله العظيم القدرة والشان بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله بسم الله بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين تطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب صدق الله صدق الله صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا سيد الأبرار حبك في دمي نهر على نحو السبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام يا سادة البدر السلام عليكم نرجو الغياث ونحتمي بحماكم مستيقنين بفضلكم وعلاكم فتقبلوا برضاكم رضي الله عنكم وزد عرفاننا يا الله दिल में खुदा की मोहब्बत बसा लो अपने चेहरे को नमाज से नूरानी बना लो दुनिया की मोहब्बत से क्या मिलेगा दोस्तों नबी की सुन्नत से जन्नत सजा लो रजा से पूछा ये शान कैसी है अता रजा नहीं पता यही नबी 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 സമാദരണീയരായ ഈ വേദിയെ ധന്യമാക്കിയിട്ടുള്ള സദാത്തുക്കൾ ഈ മഹൽ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയരായ അബ്ദുൽ ഖാദിർ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള
ഈ മഹൽ സ്ഥാപനത്തിന്റെ മുദർരിസുമാരും മറ്റും ഇവിടെ സന്നിഹിതരായ പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവർ, ചെറുപ്പക്കാർ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ആത്മീയ സംഗമം നാളെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു മഹൽ സംരംഭമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് അസ്സഖാഫ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഖാഫിയ റാത്തീബിന്റെ സമാപന വേദിയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇവിടെ മതപ്രഭാഷണ പരിപാടികൾ, മറ്റു സംരംഭങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അതിന്റെ എല്ലാം സമാപനമെന്നോണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ആത്മീയ വേദിയിലാണ് നാം ഉള്ളത്. സമയത്തിന്റെ അഭാവം ഉള്ളതുകൊണ്ട് ഇപ്പോൾ നീട്ടി ഒരു പ്രഭാഷണത്തിന് നേരമില്ല. വൈകാതെ തന്നെ നാം എല്ലാവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഈ വേദിയിൽ എത്തിച്ചേരും. തുടർന്ന് തങ്ങളുടെ നേതൃത്വത്തിൽ റാത്തീബും നടക്കും. മറ്റു സാദാത്തുക്കളുടെ നേതൃത്വത്തിലൊക്കെ റാത്തീബ് നടക്കും. ഇൻഷാ അല്ലാഹ് തങ്ങളവരുകളുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയും ഇവിടെ നടക്കും. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഇവിടെ എത്തിച്ചേരുന്നത് വരെ അല്പനേരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെയും ദീനിന്റെ മജ്‌ലിസിനെ നല്ലവണ്ണം സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് തൊട്ടു മുമ്പായി നമ്മുടെ മുസ്തഫ തങ്ങളും വേദിയിലേക്ക് കടന്നു വന്ന ഉടൻ ബഹുമാനപ്പെട്ട ജലാല തങ്ങൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ ഭാഷക്കാർ കുറെ ആളുകളുണ്ട്, അതുകൊണ്ട് കുറച്ച് നക്കിനിക്കലും നിങ്ങൾ പറയേണ്ടി വരും എന്ന്. ഏതായാലും ഒരല്പനേരം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. തങ്ങളവരുകളെ സ്നേഹിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ ഈ പ്രദേശത്തും പരിസരങ്ങളിലും മാത്രമല്ല, നമ്മുടെ കർണാടകയിലെ ഒരുപാട് നാടുകളിൽ തങ്ങളവരുകളെ ആത്മീയമായി സ്നേഹിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. സഹോദരന്മാരെ, ലോകം വളരെയധികം മോശമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല. ലോകത്തിന് വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതോടൊപ്പം ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും കുറവൊന്നുമില്ല. പക്ഷേ എന്നാലും മനുഷ്യന്റെ മനസ്സിന് ഇവിടെ സമാധാനം വേണ്ടതുപോലെ ലഭിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തിൽ പത്രം വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ഇന്ത്യയുടെ പ്രസിഡന്റായ രാഷ്ട്രപതി പ്രണബ് മുഖർജി അദ്ദേഹം ഒരു വാക്ക് പറയുകയുണ്ടായി. സ്വച്ഛ് ഭാരതം എന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഇവിടെ നടപ്പിലാക്കുമ്പോൾ ആദ്യമായി തെരുവുകളെയല്ല ശുദ്ധീകരിക്കേണ്ടത്, മറിച്ച് ആ തെരുവുകളിൽ നടന്നു നീങ്ങുന്ന മനുഷ്യ മനസ്സാന്തരങ്ങളെയാണ് ആദ്യമായി ശുദ്ധീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. വളരെയധികം അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നതിൽ സംശയമില്ല. കാരണം ലോകത്ത് വലിയ വലിയ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടൊന്നും മനുഷ്യന് സമാധാനം ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എത്രമാത്രമാണ്, ഞാനിപ്പോഴൊന്നും അതിലേക്ക് നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അടുത്ത് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനത്തെ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചു എന്ന ഒരു റിപ്പോർട്ട്. ഇന്നിപ്പോ
നമ്മുടെയൊക്കെ ഒരു ചിന്തയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചിന്തിക്കാതെ തന്നെ വൈകാതെ തന്നെ മറുപടി പറയും, അത് ഉസ്താദെ ഫ്ലൈറ്റ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനം ഫ്ലൈറ്റ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചത് ഈ ഫ്ലൈറ്റിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെയാണ്. അതിന്റെ വേഗത എത്രയാണ് എന്ന് മനസ്സിലാക്കണം എങ്കിൽ ചെറിയ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ UAE-യിൽ പോയവർക്കറിയാം, UAE-യിൽ പോയവർക്ക് ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക്, UAE-യുടെ തലസ്ഥാന നഗരിയായ അബുദാബിയിലേക്ക് പോകണമെങ്കിൽ ബൈ റോഡ്, കാറ് വഴി റോഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം 35 മിനിറ്റ് വേണ്ടി വരും. അല്ല, സോറി, 2 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ വേണ്ടി വരും. അത് അവിടെയുള്ളവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതേസമയം ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലോ ഏകദേശം 35 മിനിറ്റ് വേണ്ടി വരും UAE-യുടെ ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക്. അതേസമയം ഇപ്പൊ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചതായ ഈ വാഹനം, ഇതിന്റെ പേര് ഹൈപ്പർ ലൂപ്പ് എന്നാണ്. ഈ വാഹനത്തിലൂടെ UAE-യിലെ ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വേണ്ടി വരുന്ന സമയം 2 മണിക്കൂറല്ല, ഫ്ലൈറ്റിന് വേണ്ടി വരുന്ന 35 മിനിറ്റ് അല്ല, മറിച്ച് കേവലം 14 മിനിറ്റുകൾ മാത്രമാണ്. അപ്പോ കാറിനേക്കാളും കൊണ്ട് കിട്ടിയത് ശാസ്ത്രം ഗമയോടുകൂടെ കണ്ടുപിടിച്ചു എന്നത് ശരിയാണ്. പക്ഷെ ഇതിന്റെ നേട്ടം നമുക്കെന്തുകൊണ്ട് ഇതിന്റെ നേട്ടം കിട്ടി നാം ആലോചിക്കേണ്ടതാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഓരോരുത്തരും അവന്റെ ഇപ്പോഴത്തെ ആയുസ് കണക്കാക്കിയാൽ, ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ വയസ്സ് 28 ആണ്. ഈ 28-കാരനായ ഞാനിവിടെ സംസാരിക്കുമ്പോ ഒരു 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വയസ്സ് 30 ആകും എന്നതിൽ സംശയമില്ല. അതേസമയം ഇപ്പൊ ശാസ്ത്രം പുതിയ ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു. എന്താ അറിയോ ശാസ്ത്രം പറയുന്നത്? മനുഷ്യന്റെ ഇപ്പോഴത്തെ ആയുസ് എത്രയാണോ അതേ ആയുസ് തന്നെയായിരിക്കും ഒരു 4 വർഷങ്ങൾ പിന്നിട്ടാൽ. അപ്പൊ 4 വർഷം പിന്നിട്ടതിന് ശേഷം ഇപ്പോഴത്തെ എനിക്ക് 28 ആണോ അതേ 28 ആണ് അന്ന്. അതായത് മനുഷ്യന്റെ ആയുസ് നീളമാകാതിരിക്കാനുള്ള ഒരു കണ്ടുപിടുത്തം ശാസ്ത്രം കണ്ടുപിടിച്ചു. പക്ഷെ അത് അസ്രായിൽ വരാനല്ലോ തൊട്ടു. അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വരാനൊന്നും അത് മാതൃകയല്ല, ബാധകമല്ല. കാരണം ആയുസ് നോക്കിയിട്ടല്ലല്ലോ അസ്രായിൽ വരിക അലൈഹിസ്സലാം. എന്താണ് ശാസ്ത്രം പറയുന്ന കാരണം അറിയോ? മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ 289 ജീനുക്കളുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഞാൻ ആത്മീയതയിലേക്ക് തന്നെ കടന്നു വരികയാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ 289 ജീനുക്കളുണ്ട്. ആ ജീനുക്കളുടെ കൂട്ടത്തിൽ മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ നിമിത്തമാകുന്ന 189 ജീനുക്കൾ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ഈ ജീനുക്കളെ ഒന്ന് എടുത്ത് പുറത്തേക്കിട്ടാൽ പിന്നെ മനുഷ്യന്റെ ആയുസ് ഇങ്ങനെ കൂടുന്നത് ഓട്ടോമാറ്റിക്കായി ഇവിടെ നിന്നു പോകുന്നു. ഇതിപ്പോ ശാസ്ത്രം കണ്ടുപിടിച്ച പുതിയൊരു കണ്ടുപിടുത്തമാണ്. പക്ഷെ എത്രത്തോളം അർത്ഥവത്താണ് എന്ന് തീരുമാനിക്കാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ 2015 ആകുമ്പോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ടും തങ്ങളെടുത്ത് ഓരോരുത്തരും ഒന്ന് പറയാ, തങ്ങളെ വല്ലാത്ത സങ്കട, വല്ലാത്ത വിഷമം മാറി കിട്ടുന്നില്ല, സങ്കടം മാറി കിട്ടുന്നില്ല. എന്താ കാരണം? ശാസ്ത്രം എത്ര വലിയ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചാലോ അതുകൊണ്ടൊന്നും മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ സാധ്യമല്ല. റിസർവ് ബാങ്കിന്റെ ഗവർണർ ഈ അടുത്ത് പറഞ്ഞത് പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണുന്ന ഞാൻ മനസ്സിലാക്കുന്നത്, ഭാരതത്തിന്റെ ഇന്ത്യയുടെ സാമ്പത്തിക നില തന്നെ തകർന്നു ഒടിഞ്ഞിരിക്കുകയാണ്. ഈ സാമ്പത്തിക പുരോഗതി ഇന്ത്യൻ ഗവൺമെന്റ് കൈവരിക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായ വഴി ഇവിടെ കച്ചവടം വർദ്ധിപ്പിക്കലല്ല, ഇവിടെ പെട്രോളിന് ഡീസലിന്റെ വില കൂട്ടലല്ല. റിസർവ് ബാങ്കിന്റെ ഗവർണർ പറഞ്ഞു അതിന്റെ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ മനസ്സിന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ മനുഷ്യന്റെ മനസ്സിന് സമാധാനമില്ല. അതുകൊണ്ടാണ് മനുഷ്യന്റെ മനസ്സ് വേദനിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ഒരു ഭാഗത്ത്
സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടാൻ കാരണം എന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണർ പറയാ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ എത്ര പുരോഗതി ഉണ്ടായാലും ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല. എന്തേ കാരണം അല്ലാഹ് പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, الذين تطمئن قلوبهم بذكر الله. മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ആത്മീയതയിലങ്ങ് മനുഷ്യൻ ലയിക്കണോ. മനുഷ്യൻ ആത്മീയതയിലങ്ങ് ലയിച്ചാൽ മാത്രമേ മനുഷ്യന്റെ മനസ്സിന് വലിയ സമാധാനം കിട്ടുകയുള്ളൂ. ആളെത്ര വലിയ മില്യണർ ആയിട്ടും കാര്യമില്ല, ആളെത്ര വലിയ കോടീശ്വരനായിട്ടും കാര്യമില്ല, ആ കാണുന്ന ബിൽഡിങ്ങുകൾ മുഴുവനും എന്റേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കാണുന്ന എസ്റ്റേറ്റുകൾ മുഴുവനും എന്റേതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിലെത്ര പണമുണ്ടായിട്ടും കാര്യമില്ല. മനുഷ്യന്റെ മനസ്സിന് സമാധാനം വേണോ? ഖുർആൻ പറയുന്നു, അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്കുള്ള നയം എന്താണെന്നറിയോ? തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അവരെ മനസ്സങ്ങ് സമാധാനിക്കുകയാണ്, മനസ്സിന് ആശ്വാസം ലഭിക്കുകയാണ്. എങ്ങനെ? ബിദിക്രില്ലാഹ്, അള്ളാനെ കുറിച്ച് ഓർക്കൽ കൊണ്ടാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയതയിൽ അങ്ങ് ലയിക്കുമ്പോൾ, ഈ ആത്മീയതയിൽ അങ്ങ് ലയിക്കാൻ വേണ്ടിയാണ് ഈ മജ്ലിസ്, മഞ്ഞമ്പാറ മജ്ലിസിലെ ഈ സഖാഫിയ റാത്തീബിന്റെ പരിപാടിയിൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നൊരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സദസ്സിൽ വെച്ച് നമുക്ക് ആത്മീയതയിലേക്ക് അങ്ങ് ലയിക്കണോ? എന്തേ കാരണം? നമുക്കറിയാമല്ലോ. കണ്ടോ, മലക്കുകളങ്ങ് ഭൂലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ മലക്കുകളങ്ങ് ഭൂലോകത്തേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു മലക്കുകളെ ഈ ഭൂലോകത്തേക്ക് പറഞ്ഞയക്കുകയാണ്. യതൂഫൂന ഫി തുറുഖി, ആ മലക്കുകളൊക്കെ ഇവിടെ ഓരോ വഴിയിൽ വന്ന് അവരിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഇവിടെയും ഇപ്പൊ ഒരുപാട് മലക്കുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോ നാളത്തെ പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട, ആദൂർ മഞ്ഞമ്പാറ മജ്ലിസിൽ വെച്ച് മലക്കുകൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നൗഫൽ സഖാഫി അവിടെ പ്രസംഗിച്ചു. അത് ഇവിടെ മാത്രമല്ല, ദിക്റിന്റെ മജ്ലിസ് എവിടെയെല്ലാം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം മലക്കുകൾ വന്നിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. യൽതമിസൂന അഹ്ല ദിക്രി, എവിടെയെങ്കിലും റാത്തീബ് നടക്കുന്നുണ്ടോ എന്നിങ്ങനെ മലക്കുകൾ അന്വേഷിച്ച് നടക്കും. എവിടെയെങ്കിലും ദിക്ർ നടക്കുന്നുണ്ടോ എന്ന് മലക്കുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. ഫഇദാ വജദൂ ഖൗമൻ യദ്കുറൂനല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു വിഭാഗത്തെ ഈ മലക്കുകൾ എത്തിച്ചാൽ തനാദൗ, ഈ മലക്കുകൾ അങ്ങ് വിളിച്ചു പറയുകയാണ്, ഹലുമ്മു ഇലാ ഹാജതികും, നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ സദസ്സിൽ ഒരുപാട് പേരില്ലേ, ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ച് ഇവിടെ വന്നവരല്ലേ. ഞാൻ നേരത്തെ തങ്ങളെടുത്തിരിക്കുന്ന സമയത്ത് ഓരോരുത്തരും വന്ന് പല പല പ്രശ്നങ്ങളും തങ്ങളോട് പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പൊ എല്ലാവരും ഓരോ വിഷയങ്ങൾ മനസ്സിൽ കരുതി ഇവിടെ വന്നവരാണ്. മലക്കുകൾ ഇതാ നമ്മോട് പറയാണ്, നിങ്ങൾ ആവശ്യത്തിലേക്ക് നിങ്ങൾ വരൂ. എന്ത് ആവശ്യമാണോ ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ ചോദിച്ചോ, അതിനന്ന് അല്ലാഹു തആല ഉത്തരം തരികയാണ്. ഈ മലക്കുകൾ എന്നിട്ട് ഇങ്ങനെ ഈ ദിക്റിന്റെ മജ്ലിസ് എല്ലാം കണ്ട് അവരതാ അല്ലാഹുവിലേക്ക് അങ്ങ് പോവുകയാണ്. അല്ലാഹുവിലേക്ക് പോകുന്ന സമയത്ത് അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, അല്ല വഹുവ അഅലമു മിൻഹും, അല്ലാഹു ആണെങ്കിലോ മലക്കുകളെക്കാൾ കൂടുതൽ അറിവുള്ളവനാണ്. മലക്കുകളോട് ചോദിക്കേണ്ട ആവശ്യം അല്ലാഹ്ക്കില്ല. എന്നാലും അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുകയാണ്. എന്തേ കാരണം? ഒരു കാലം കണ്ടോ, ഒരു സമയത്ത് മലക്കുകളോട് അല്ലാഹു തആല അഭിപ്രായം ചോദിച്ചു. എന്താണ്? അതാ ചർച്ച നടത്തി, ഞാൻ ദുനിയാവിൽ മനുഷ്യ വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കുകയാണ്. ആ അഭിപ്രായം ചോദിച്ചപ്പോ മലക്കുകൾ അതിന് എതിരായി. എന്ന് പറഞ്ഞാൽ അവിടെ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ? അവിടെ മനുഷ്യനെ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ മനുഷ്യനെ പടച്ചത് കൊണ്ട് മനുഷ്യൻ നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു മലക്കുകളോടങ്ങ് ചോദിക്കുകയാണ്, മാ യഖൂലു ഇബാദി, ഓ മലക്കുകളെ, നിങ്ങൾ ദുനിയാവിൽ പോയി വന്നവരാണല്ലോ, ആ ദുനിയാവിൽ എന്റെ അടിമകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖാല, അപ്പോൾ യഖൂലൂന, മലക്കുകളങ്ങ് പറയാണ്, യുസബ്ബിഹൂനക വയുകബ്ബിറൂനക വയഹ്മദൂനക വയുമജ്ജിദൂനക, അല്ലാഹുവേ, നിന്റെ അടിമകൾ മുഴുവനും നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് വേണ്ടി അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് ചോദിക്കുന്നത് ഫയഖൂലു, അപ്പോഴാണ് അല്ലാഹ് ചോദിക്കുന്നത്, അല്ല മലക്കുകളെ, ഹൽ റഔനി, ഈ ദിക്ർ ചെല്ലുന്ന എന്റെ ജനങ്ങൾ, സൃഷ്ടികൾ, അടിമകൾ, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഫയഖൂലൂന, മലക്കുകൾ പറയും, ലാ വല്ലാഹി മാ റഔക, പടച്ച റബ്ബേ, ആ സൃഷ്ടികളായ മനുഷ്യർ അവർ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല. ഫയഖൂലു, അപ്പൊ അല്ലാഹ് ചോദിക്കുകയാണ്, എന്നാൽ വകൈഫ ലൗ റഔനി, അവരിപ്പോ എന്നെ കാണാതെ തന്നെ ദിക്ർ ചെല്ലുകയാണ്, എന്നാൽ അവർ കണ്ടാലോ എന്തായിരിക്കും അവസ്ഥ? അവർ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ യഖൂലൂന, മലക്കുകൾ പറയൂ, ഓ റബ്ബേ, ലൗ റഔക കാനൂ അശദ്ദ ലക ഇബാദാ, നിന്നെയെങ്കാലും ആ ജനങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെല്ലുന്നതിനേക്കാളും കൂടുതൽ ദിക്ർ നിനക്ക് വേണ്ടി അവർ ചെല്ലുമായിരുന്നു. ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹിനേക്കാളും കൂടുതൽ തസ്ബീഹ് നിനക്ക് വേണ്ടി അവർ ചൊല്ലുമായിരുന്നു. അപ്പോഴാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, ഫമാ യസ്അലൂനി, ആ ദിക്റിന്റെ മജ്ലിസിൽ അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? അവരെന്താണ് എന്നോട് ചോദിക്കുന്നത്? മലക്കുകൾ അങ്ങ് പറയാണ്, യസ്അലൂനകൽ ജന്ന, അല്ലാഹുവേ, നിന്നോട് ആ മജ്ലിസിൽ വെച്ച് അവർ ചോദിക്കുന്നത് സ്വർഗ്ഗത്തെയാണ്. ഞങ്ങൾ ഇവിടെ ദിക്ർ ചൊല്ലിയതിനു ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ ദുആ ചെയ്യുന്നു, റബ്ബേ, നമുക്ക് സ്വർഗ്ഗം തരണം, ഈ സദസ്സിൽ വന്നിരുന്നവർക്ക് മുഴുവനും സ്വർഗ്ഗം തരണം. മലക്കുകൾ പറയാണ്, റബ്ബേ, അവിടെ വെച്ച് ജനങ്ങൾ സ്വർഗ്ഗത്തെ ചോദിക്കുകയാണ്. അപ്പൊ അല്ലാഹ് ചോദിക്കുന്നു, അൽ റഔഹാ, ആ ജനങ്ങൾ സ്വർഗ്ഗത്തെ കണ്ടിട്ടുണ്ടോ? അവര് സ്വർഗത്തെ ചോദിക്കുകയാണ്, കാണാതെ ചോദിക്കുകയാണ്. സ്വർഗം കണ്ടിട്ടില്ല, അതിന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല, അതൊന്നും കാണാതെ എന്നോട് അവർ സ്വർഗം ചോദിക്കുകയാണോ? അപ്പൊ അല്ലാഹ് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ കൈഫ ലൗ അന്നഹും റഔഹാ, അവർ സ്വർഗത്തെ കണ്ടിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, ലൗ അന്നഹും റഔഹാ കാനൂ അശദ്ദ അലൈഹാ ഹിർസാ, ഇപ്പൊ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവർത്തിച്ചവർ നിന്നോട് സ്വർഗം ചോദിക്കും. അവർ കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആവർത്തിച്ച് നിന്നോട് അവർ സ്വർഗത്തെ ചോദിക്കും. അപ്പോഴാണ് അല്ലാഹു തആല ചോദിക്കുന്നത്, അവർ എന്തിൽ നിന്നാണ് കാവൽ തേടുന്നത്? അവർക്ക് വേണ്ടത് സ്വർഗമാണല്ലോ, അവർക്ക് വേണ്ടാത്തത് എന്താണ്? എന്തിൽ നിന്നാണ് അവർ കാവൽ ചോദിക്കുന്നത്? യഖൂലൂന, മലക്കുകൾ പറയും, മിനന്നാർ, റബ്ബേ, നിന്നോട് അവർ കാവൽ ചോദിക്കുന്നത് നരകത്തിൽ നിന്നാണ്. അപ്പൊ അല്ലാഹ് ചോദിക്കാണ് മലക്കുകളോട്, മലക്കുകളെ, ഹൽ റഔഹാ, അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ? യഖൂലൂന, മലക്കുകൾ മുഴുവനും പറയുന്നു, ലാ വല്ലാഹി യാ റബ്ബി മാ റഔഹാ, റബ്ബേ, ഒരിക്കലും അവർ നരകത്തെ കണ്ടിട്ടില്ല. അപ്പൊ അല്ലാഹ് ചോദിക്കാണ്, ഫകൈഫ ലൗ റഔഹാ, എന്നാ പിന്നെ നരകത്തെ കാണാതെ തന്നെ അവർ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുകയാണല്ലോ, ഇനി നരകത്തെ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, ഇപ്പൊ കാവൽ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ കാവൽ ചോദിക്കുമായിരുന്നു നരകത്തെ കണ്ടിരുന്നുവെങ്കിൽ. എല്ലാം കഴിഞ്ഞതിന് ശേഷം മലക്കുകളോട് അല്ലാഹ് പറയാണ്, അത്രയും നല്ല ജനങ്ങളാണോ? എല്ലാ തിരക്കും അവർക്കുണ്ട്, എപ്പോ നോക്കിയാലും ബിസിയാണ്. പക്ഷേ ഒരു സ്ഥലത്ത് റാത്തീബ് നടക്കുന്നുണ്ടെന്ന വിവരം കിട്ടിയാൽ, ഒരു സ്ഥലത്ത് ദിക്റിന്റെ മജ്ലിസ് നടക്കുന്നു എന്ന വിവരം കിട്ടിയാൽ അവർ അവിടെ വന്ന് ഇരിക്കുകയാണോ? ഖദ് ഗഫർതു ലഹു, ഞാൻ അവർക്കങ്ങ് പുറത്തു കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത തെറ്റുകൾ മുഴുവനും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു എന്ന് അല്ലാഹു തആല മലക്കുകളോടങ്ങ് പറയുമ്പോ, യഖൂലു മലക്കും മിനൽ മലായികതി, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മലക്കുകളെ കൂട്ടത്തിൽ ഒരു മലക്ക് എണീറ്റ് നിന്ന് അല്ലാഹുവോട് പറയാണ്, ഫുലാനൻ, പടച്ച റബ്ബേ, ആ സദസ്സിൽ ഇന്നാലിന്ന നാട്ടിൽ വന്ന ഇന്ന പേരുള്ള ഒരു ചങ്ങായിയുണ്ട്, ലൈസ മിൻഹു, അവനവിടെ വന്നത് ദിക്ർ ചൊല്ലാനല്ല, റാത്തീബിൽ പങ്കെടുക്കാനല്ല, ഇന്നമാ ജാഅ ലിഹാജതി, റാത്തീബ് കഴിഞ്ഞിട്ട് ശീർണി കിട്ടുന്നുണ്ട്, അതിന് വന്നതാണ്. നമ്മുടെ
ഭാഷയിൽ പറയില്ലേ, പോയില്ല എവിടെയെങ്കിലും പോകണ്ടോ ദിക്റല്ല അതിനെ പിന്നെ നല്ല മിക്സ് ആക്കിയ പത്രും എരിച്ചിറ കറി മിക്സ് ആക്കിയ നല്ല ഉണ്ട് പോയി സീരണി ഉണ്ട് സീരണി. മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്ക് പറയാണ്, റബ്ബേ അത് ദിക്റ് ചെല്ലുന്ന സദസ്സാണെങ്കിലും കൂട്ടത്തിൽ ഒരു ഫുലാനുണ്ട്, ഒരു ചങ്ങായിണ്ട്, ഇന്ന നാട്ടുകാരനാണ്, അവന്റെ പേര് ഇന്നാണ്, ഇന്ന ആളെ മകനാ. ഓ എന്തിനാ വന്നതറിയോ? ഇന്നമാ ജാഅ ലിഹാജത്തിൻ, അവൻ വേറെന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടി വന്നതാണ്, ദിക്റ് ചെല്ലാൻ വേണ്ടി വന്നതല്ല. ഇനിയിപ്പോ എന്റെ സദസ്സിൽ അത്രക്കാരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വിഷമിക്കണ്ട, നിങ്ങളൊന്നും അല്ലാഹു ഖായിബാക്കൂല. ഉടൻ തന്നെ അല്ലാഹു തആല അങ്ങ് പറയാണ്, മലക്കുകളെ സാരമില്ല, ഹുമുൽ ജുലസാഉ ലാ യഷ്ഖാ ബിഹിം ജലീസുഹു. അവർ എവിടെയാണ് വന്നിരുന്നത്? നല്ലവരിയ്ക്കുന്നതിന്റെ ഇടയിലല്ലേ വന്നിരുന്നത്? നല്ലവര് രക്ഷപ്പെടുമ്പോ അവരെ കൂട്ടത്തിൽ വന്നിരുന്ന ഇവർ വന്നത് വേറെ ആവശ്യത്തിനാണ്, ദിക്റ് ചെല്ലാനല്ല. എന്നാലും നല്ലവർക്കിടയിൽ വന്നിരുന്നത് കൊണ്ട് ഇവരും പരാജയപ്പെടൂല. വലിയ ഒരു ആശയമാണ് അല്ലാഹു തആല നമ്മോട് കൈമാറി തരുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, അപ്പൊ ആത്മീയ സദസ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിന് വലിയ സമാധാനം കിട്ടുന്ന ഒരു വഴിയാണ്. അത് ചിലപ്പോ വേറെ ഉദ്ദേശത്തിൽ വന്നിരുന്നാലും നല്ലവർക്കിടയിൽ ഇരുന്നത് കൊണ്ട് ആ നല്ലവരങ്ങ് രക്ഷപ്പെടുമ്പോ അവിടെ വന്നിരുന്നവനങ്ങ് രക്ഷപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയതയിലങ്ങ് ലയിക്കണം. ആ ആത്മീയതയിലങ്ങ് ലയിച്ചാലോ മനുഷ്യന്റെ മനസ്സിന് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പക്ഷേ ഇന്ന് നമുക്കതിന് നേരമില്ല. ഇന്ന് ആത്മീയതയിൽ ലയിക്കാൻ നമുക്കതിന് നേരമില്ല. സുബ്ഹാനല്ലാഹ്, കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആരാണ് ഉർവത്ത് ഇബ്നു സുബൈർ? ചെറുപ്പക്കാരെ, മഹാനവരുകളുടെ ചരിത്രമങ്ങ് വായിക്കുമ്പോ മഹാനവരുകളുടെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടത് ഒരൊറ്റ രാത്രിയിലാണ് കേട്ടോ. നമുക്ക് തഹജ്ജുദ് കിട്ടിയത് ചിലപ്പോ ഒരു രാത്രിയിലായിരിക്കും. അതേ സമയത്ത് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവരുകളുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നു, എന്റെ ജീവിതത്തിൽ എനിക്ക് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരൊറ്റ രാത്രിയിലാണ് കേട്ടോ. അത് എന്നാണെന്നറിയുമോ? അതാ ഒരു ദിവസം മഹാനവരുകളുടെ കാലിന് മുറിവ് പറ്റി, കാല് വേദനിച്ചു. എല്ലാ ബിഷഗ്വരന്മാരുടെ ചാരത്ത് പോയി എല്ലാ വൈദ്യരും പറഞ്ഞു, ഇതിന് നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ നിങ്ങളെ വേദനിക്കുന്ന കാലൊന്ന് മുറിച്ചെടുക്കണോ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഡോക്ടറെ, അത് പരിഹാരമല്ലല്ലോ. ഒരു കാല് വേദനിക്കുന്നു പറഞ്ഞാൽ അതിന് മരുന്നാണോ, പരിഹാരമാണോ? കാല് മുറിച്ചെടുക്കുക. എന്നാ പിന്നെ തലവേദനിച്ചാലോ? എന്നാ പിന്നെ നല്ല പരിഹാരം, തല തന്നെ ഒന്ന് മുറിച്ചെടുക്കണം. അത് പരിഹാരമല്ലല്ലോ. ഡോക്ടർ പറഞ്ഞു, ഈ കാലുവേദനത്തിനുള്ള പരിഹാരം ഇതല്ലാത്ത മറ്റൊന്നില്ല. അവസാനം ഒരു വൈദ്യന്റെ അടുത്ത് പോയി, ഒരു ബിഷഗ്വരന്റെ അടുത്ത് പോയി. ആ ഡോക്ടർ പറഞ്ഞു, എന്റെ അടുത്ത് നിങ്ങൾക്കൊരു പരിഹാരമുണ്ട്. എന്താണ് പരിഹാരമെന്നറിയോ? അതാ നിങ്ങളങ്ങ് ഒരൽപ്പം മദ്യപിക്കണം. നിങ്ങളൊരൽപ്പം മദ്യപിക്കണം. ആ മദ്യപിച്ചാലോ നിങ്ങളെ ബോധമങ്ങ് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ കാല് ഞാൻ മുറിച്ചെടുക്കാം. അപ്പൊ ഇയാള് ഉർവറിയല്ലോവന് പറയാണ്, നിങ്ങളടുത്തും പരിഹാരം കാല് മുറിച്ചെടുക്കണം തന്നെയാണോ? അതെ, പക്ഷേ കാല് മുറിച്ചെടുക്കുമ്പോ വേദനിക്കുമല്ലോ. ആ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരൽപ്പം മദ്യപിക്കണം. മദ്യപിച്ചാലോ ബോധം നഷ്ടപ്പെടും. ആ ബോധം നഷ്ടപ്പെട്ട വേളയിൽ നിങ്ങളെ കാല് ഞാൻ മുറിച്ചെടുക്കാം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കലും മദ്യപിക്കുന്നതിന് സമ്മതിക്കൂല. കാരണം എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, ദുനിയാവിൽ ഒരാൾ കള്ളു കുടിച്ചാൽ നാളെ സ്വർഗത്തിൽ അവന് കള്ളു കുടിക്കാനുള്ള ഭാഗ്യമില്ല.
അതുകൊണ്ട് ഡോക്ടറെ, മദ്യപിക്കുന്ന ഓപ്ഷൻ അല്ലാത്ത വേറെ ഒരു ഓപ്ഷൻ ഇല്ലയോ? ആ സമയത്താണ് വൈദ്യം പറഞ്ഞിരുന്ന പിന്നെ ഒരു വഴിയുണ്ട്. ഏതായാലും നിങ്ങളെ കാലൊന്ന് മുറിച്ചെടുക്കണം. പക്ഷേ കാല് നിങ്ങളെ ജീവൻ നിൽക്കുന്ന സമയത്ത് കാല് മുറിച്ചു കൊടുക്കുമ്പോ നിങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ നിങ്ങളെ ശരീരം ഒന്ന് അനക്കുന്ന സമയത്ത് അത് പ്രയാസമാണ്. അതുകൊണ്ട് നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാരായ മല്ലന്മാരായ ചെറുപ്പക്കാരെ കൊണ്ട് നിങ്ങളെ ഞാൻ പിടിപ്പിക്കും. അവർ നല്ല ആരോഗ്യത്തോടെ നിങ്ങളെ പിടിക്കുന്ന സമയത്ത് പിന്നെ മുറിക്കുന്ന സമയത്ത് നിങ്ങളെ കാല് ചലിപ്പിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ഡോക്ടറെ, നിങ്ങൾക്കിപ്പോ വിഷമം എന്റെ കാല് മുറിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കാലൊന്ന് അനക്കുന്നു എന്നല്ലേ? അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ഒരല്പം മദ്യപിക്കാൻ പറഞ്ഞത്. അതിനുവേണ്ടിയാണല്ലോ ആരോഗ്യ ദൃഢഗാത്രന്മാരായ മല്ലന്മാരായ ചെറുപ്പക്കാരെ കൊണ്ട് നിങ്ങളെ പിടിപ്പിക്കാൻ നോക്കിയത്. എന്നാൽ എനിക്ക് കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല, ചെറുപ്പക്കാരെ കൊണ്ട് പിടിപ്പിക്കേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ എന്റെ കാല് മുറിച്ചോളൂ. പക്ഷേ ഏത് സമയത്തിലായിരിക്കണമെന്നറിയോ? ആത്മീയതയിൽ അങ്ങ് ലയിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ മജ്‌ലിസിൽ വന്ന് ചേർന്ന കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, വാത് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഇവിടെയാണ് വളരെ നന്നായി മനസ്സിലാക്കേണ്ടത്. റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എന്റെ കാല് മുറിച്ചെടുക്കാൻ ഞാനൊരു നേരം പറഞ്ഞു തരാം. ആ സമയത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചെടുത്തോ. ഏതാണെന്നറിയോ? ഞാൻ ദിക്ർ ചെല്ലുന്ന നേരമുണ്ട്, ഞാൻ തസ്ബീഹ് ചെല്ലുന്ന നേരമുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ചെല്ലുന്ന നേരമുണ്ട്. ആ ദിക്ർ അങ്ങ് ചൊല്ലുമ്പോ ഞാൻ അല്ലാഹുവിൽ അങ്ങ് ലയിച്ചിരിക്കുന്നു, ആത്മീയതയിൽ അങ്ങ് ലയിച്ചിരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ എന്റെ കാല് മുറിച്ചെടുത്താൽ എനിക്കത് മനസ്സിലാകൂല, എന്റെ വേദന മനസ്സിലാകൂല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അങ്ങ് തസ്ബീഹ് ചൊല്ലാനിരിക്കുകയാണ്. ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവരികളെ കാല് മുറിച്ചെടുക്കുന്നു. ആ മുറിച്ചെടുത്തതിന്റെ ബാക്കിയുള്ള കാല്, അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റുകയാണ്. ആ രക്തം ഇറ്റുന്നത് നിർത്തൽ ചെയ്യാൻ പഴയ കാലത്ത് അന്ന് നടന്നിരുന്ന ഒരു ആചാരം എന്താണ്? അതാ നല്ല തിളക്കുന്ന നല്ല എണ്ണയിൽ കൊണ്ടുപോയി ഈ കാലങ്ങ് മുക്കിക്കളയൂ. ആ കാല് മുക്കിയാൽ പിന്നെ രക്തമിറ്റുന്നത് അവിടെ നിന്ന് പോകും. ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹുവിനെ അതാ മുറിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള കാലിൽ നിന്ന് രക്തം ഇറ്റുന്നത് നിർത്തൽ ചെയ്യാൻ അവിടുത്തെ കാല് കൊണ്ടുപോയി അതാ നല്ല തിളക്കുന്ന എണ്ണയിലങ്ങ് മുക്കുന്നു. അപ്പോഴും മഹാനവരുകൾക്ക് മനസ്സിലായിട്ടില്ല. അവസാനം മഹാനവരുകൾക്ക് ബോധം തിരിച്ചു വരുന്നു. ആ ബോധമൊന്ന് വന്നപ്പോ കണ്ണൊന്ന് തുറന്നു നോക്കുമ്പോ മഹാനവരുകളുടെ കാലിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗം മുന്നിലുള്ള ചെറുപ്പക്കാരന്റെ കയ്യിലാണ്. കണ്ടോ മഹാന്മാര്, അവരങ്ങ് ആത്മീയതയിലങ്ങ് ലയിച്ചു പോയി. പക്ഷേ നമുക്കതിന് നേരമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഏത് പ്രശ്നത്തിനും പരിഹാരം ആത്മീയതയിലങ്ങ് ലയിക്കലാണ് പ്രിയപ്പെട്ടവരെ. കണ്ടോ, ഇന്ന് എത്ര പെട്ടെന്നാണ് ഓരോരുത്തരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു സമയവുമില്ല, ഒരാൾക്കും ഒരു സമയവുമില്ല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ, ഉറക്കെ പറയണം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അസ്രായിൽ അലൈഹിസ്സലാം വന്നു റൂഹ് പിടിക്കാൻ. പക്ഷെ വന്നത് അസ്രായിൽ അലൈഹിസ്സലാമിന്റെ ഒറിജിനൽ രൂപത്തിലല്ല, മനുഷ്യന്റെ രൂപത്തിലാണ്. അങ്ങനെ വന്നപ്പോ അസ്രായിൽ അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് ഒരു അടി അങ്ങോട്ട് കൊടുത്തു. ആര്? മൂസാ നബി അലൈഹിസ്സലാം. അവിടുത്തെ ഒരു കണ്ണങ്ങ് തെരിച്ചുപോയി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. കണ്ണ് തെരിച്ചുപോയി. അല്ല ഉസ്താദെ, അസ്രായിൽ അടിച്ചതാ മൂസാ നബി, മനസ്സിലായില്ല, വന്നത് മനുഷ്യന്റെ രൂപത്തിലല്ലേ. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ മുഖത്തങ്ങ് അടിച്ചപ്പോ കണ്ണൊന്ന് തെരിച്ചുപോയി. ഈ കണ്ണും പിടിച്ചിട്ട് നേരെ പോകുന്നു അല്ലാഹുവിലേക്ക്. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത.
മരിക്കാൻ ഇഷ്ടമില്ലാത്ത ഉദ്ദേശിക്കാത്ത ഒരു അടിമയിലാക്കാണല്ലോ റബ്ബേ എന്നെ നീ പറഞ്ഞയച്ചത്. ആ മൂസാ നബി അലൈഹി സ്വലാം ഒന്നും ഇപ്പൊ മരിക്കാൻ ആഗ്രഹമില്ല. മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് വീണ്ടും അങ്ങ് പറഞ്ഞയക്കുന്നു ഇസ്രായേൽ അലൈഹി സ്വലാമിനെ. മൂസാ നബിക്ക് ആഗ്രഹമില്ല എന്നാണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്ത മൂസാ നബിയോട് ഒരു കാര്യം പറയണോ? നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണോ? എന്താണ് കാര്യം? നിങ്ങളൊരു മൃഗത്തിന്റെ മേലെ കൈവെക്കണം. ആ മൃഗത്തിന്റെ മേലങ്ങ് കൈവച്ചാൽ ഇപ്പൊ നിങ്ങളെല്ലാരും മനസ്സിലാക്കുന്ന പിന്നെ നല്ല പണിയാ. ഈ സദസ്സും കഴിഞ്ഞു പോയ ആദ്യം ഞങ്ങൾ പോയിട്ട് കണ്ടു കാണുന്ന ഒരു മൃഗത്തിന് മേലെ കൈവെക്കും. കാരണം എന്നാ പിന്നെ ദീർഘായുസ് കിട്ടുമല്ലോ. ബാക്കിയും കൂടി നിങ്ങൾ കേട്ടോ. മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല വഹി അങ്ങ് ഇറക്കുകയാണ്. മൂസാ നബിയെ, ഒരേ കാലം ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? എന്നാ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണോ? എന്താണ് കാര്യം? ഒരു മൃഗത്തിന്റെ മേലെ നിങ്ങൾ അങ്ങ് കൈ വെക്കണം. ആ കൈ വെക്കുന്ന സമയത്ത് ഈ കൈയിന്റെ ചുവടെ അടിഭാഗത്ത് എത്ര രോമങ്ങളാണോ വന്നു നിൽക്കുന്നത് ആ രോമത്തിന്റെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ട് കേട്ടോ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ച പിന്നെന്താ റബ്ബേ, അത്ര ദീർഘായുസ് കിട്ടും, ശരിയാണ്. അതിനുശേഷം പിന്നെ അടുത്ത മൃഗത്തിന് മേൽ കൈവച്ചാൽ കുറച്ചും കൂടി ദീർഘായുസ് കിട്ടുവോ? മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹ് പറയാനില്ല, ആ ഓപ്ഷൻ ഇല്ല. സുമ്മൽ മൗതു, പിന്നെ ഏതായാലും മരിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ പിന്നെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു ഏതായാലും മരിക്കേണ്ടതല്ലെന്ന പിന്നെ കുറച്ച് നേരത്തെ പോയാലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതായാലും മരിക്കേണ്ടേ, കുറച്ച് നേരം പോയാലോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഏത് സമയത്തും അല്ലാഹുവിന്റെ വിളിക്കങ്ങ് ഉത്തരം ചെയ്യേണ്ടി വരുമെന്നതിൽ സംശയമില്ല. സുബ്ഹാനല്ലാഹ്. ക്രിക്കറ്റ് താല്പര്യമുള്ള ചെറുപ്പക്കാരന്റെ സദസ്സിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രം നോക്കില്ലേ? റെയ്മാൻഡ് വ്യാനി എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരൻ കണ്ടോ? ക്രിക്കറ്റ് ഫീൽഡിൽ തന്നെ ഇരിക്കുകയാണ്, ബാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ക്രീസിലുള്ള സമയത്ത് തന്നെ നിലത്ത് വീണു. ആ റെയ്മാൻഡ് വ്യാനി എന്ന ബാറ്റ്സ്മാനിനെ വാഹനത്തിൽ കയറ്റിയിട്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്നു. പക്ഷേ വഴിയിൽ വെച്ച് തുടർന്നവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോ റെയ്മാൻഡ് വ്യാനി എന്ന് പറയുന്ന കളിക്കാരൻ അവിടുന്ന് അതാ മരണപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ അന്നത്തെ ആ കളിയിൽ 5 വിക്കറ്റ് കൊണ്ട് റെയ്മാൻഡ് വ്യാനിന്റെ ക്രിക്കറ്റ് ടീം വിന്നായതാണ്. പക്ഷേ വിന്നായതിന്റെ പേരിൽ ആസ്വദിക്കാനോ ഈ ദുനിയാവിൽ റെയ്മാൻഡ് വ്യാനില്ലല്ലോ. എത്ര പേരാണ് പെട്ടെന്ന് അല്ലാഹുവിന്റെ വിളിക്കങ്ങ് ഉത്തരം ചെയ്യുകയാണ്. ആർക്കും ഒരു സമയവുമില്ല, ഒരു നേരമില്ല. കണ്ടോ ഇന്നലെ സുബ്ഹാന ജല്ല ജലാലുഹു നമ്മുടെ കല്ലടക്ക പരിസരത്ത് പേരമുകർ, അതാ കർണാടകക്കാരന്റെ സദസ്സിൽ ധാരാളമുണ്ടല്ലോ. ആ പേരമുകർ എന്ന സ്ഥലത്ത് 2 നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാര്, 26, 23 വയസ്സുള്ള 2 ചെറുപ്പക്കാര്, കല്ലടക്ക പുത്തുച്ച എന്നയാളുടെ 2 മക്കള്, ഒരൊറ്റ ഉമ്മാന്റെ 2 മക്കള്, ഒരൊറ്റ ബാപ്പാന്റെ 2 മക്കള്. ഷഫീഖ് എന്ന ചെറുപ്പക്കാരനുണ്ട്, ആഷിഖ് എന്ന ചെറുപ്പക്കാരനുണ്ട്. ആ 2 ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ 26 വയസ്സാണ്, വേറെ ഒരു ചെറുപ്പക്കാരൻ 23 വയസ്സാണ്. ജ്യേഷ്ഠാനുജന്മാരാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺലി 3 ഇയേഴ്സ്, 3 വർഷത്തിന്റെ വ്യത്യാസം മാത്രമാണ് ആ 2 സഹോദരന്മാർക്കിടയിലുള്ളത്. ആ 2 ചെറുപ്പക്കാരെ പേരമുകർ എന്ന സ്ഥലത്ത് ഉപ്പിനങ്ങാടിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വഴി പേരമുകർ എന്ന സ്ഥലത്ത് അതാ ലോറിക്ക് ഇടിച്ച് അവരങ്ങ് പെടഞ്ഞ് മരിക്കുന്നു. അവരുടെ 2ആളുടെയും ബാപ്പയായ കല്ലടക്ക പുത്തുച്ച എന്നയാള്, അയാൾക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് സ്വഭാവം? പരിസരത്ത് എവിടെയെങ്കിലും ആക്സിഡന്റ് ആയാൽ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹത്തെയാണ്. പുത്തുച്ച ഇവിടെ അപകടം നടന്നിട്ടുണ്ടെന്ന് വന്നോളണം, പെടഞ്ഞ് മരിക്കാൻ കിടക്കുന്നുണ്ട് വന്നോളണം, അവരെ ഒന്ന് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പ്രവേശിപ്പിക്കണോ. ആരുടെ അപകടം എവിടെ വെച്ച് നടന്നാലും ആ കല്ലടക്കത്ത് പരിസരത്തുകാര് മുഴുവനും ഫോൺ വിളിക്കുന്നത് ആദ്യമാണ് നമ്മുടെ പുത്തുച്ച എന്ന ആൾക്കാണ്. ഇതുപോലെ പതിപോലെ അദ്ദേഹം അവിടെയുള്ള സമയത്ത് അന്നത്തെ നാളെ അയാൾക്കൊരു കോള് വന്നു.
എന്താണ് കോള് പുത്തുച്ച? നല്ല ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാര് പേരമുകരിലതാ അപകടത്തിൽപ്പെട്ട് പടയുകയാണ്. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരണോ? പതിവ് പോലെ പുത്തുച്ചയങ്ങ് പോകുന്നു. പക്ഷേ പുത്തുച്ചക്കറിയില്ല, ഇന്നേ വരെ എല്ലാവരുടെയും ഡെഡ് ബോഡി എന്റെ കയ്യിൽ പൊക്കിയിട്ടുണ്ട്. അത് എടുത്ത് ആംബുലൻസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഇപ്പൊ ഞാൻ പോകുന്നത് എന്റെ രണ്ട് മക്കളുടെ മയ്യത്ത് കയ്യിലേന്താനാണ്. ആ പുത്തുച്ചക്ക് മനസ്സിലായില്ല. കണ്ടോ? എന്നിട്ട് അവിടെ പോകുന്നു. നോക്കുമ്പോ ശരീരമാസകലം വിവർണമായിട്ടുണ്ട്. ആ രക്തമങ്ങ് അതാ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്താണ് രണ്ട് ശരീരമെടുത്ത് അങ്ങോട്ട് വാഹനത്തിൽ പ്രവേശിപ്പിക്കുമ്പോ ഒരാൾക്ക് വെള്ളം കുടിപ്പിക്കുന്നു. അപ്പോഴും പുത്തുച്ച മനസ്സിലാക്കിയിട്ടില്ല ഇത് എന്റെ മകനാണ് എന്ന്. പക്ഷേ പിന്നെയുള്ള വേറെ ഒരുത്തൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. ബാപ്പാ ബാപ്പാ എന്ന് വിളിച്ചപ്പോഴേക്ക് പുത്തുച്ചയുടെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. ആരാണിത്? സുബ്ഹാനല്ലാഹ്, സ്വന്തം മകനാണ്, സ്വന്തം മക്കളാണ്. ഓ ഉമ്മമാരെ, ചെറുപ്പത്തിൽ തന്നെ മക്കൾ മരണപ്പെട്ടു പോയ ഉമ്മമാരെന്റെ സദസ്സിലില്ലയോ? രക്ഷിതാക്കൾ എന്റെ സദസ്സിലില്ലയോ? വിഷമിക്കണ്ട. നാളെ നിങ്ങൾക്ക് ആ കുഞ്ഞു സ്വർഗത്തിൽ നിങ്ങളങ്ങ് കടന്നു ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സീറ്റ് അങ്ങ് റിസർവ് ചെയ്യുന്നു. പുത്തുച്ചയുടെ മനസ്സങ്ങ് വേദനിച്ചു പോയി. കാരണം ഇതാരാണ്? എന്റെ സ്വന്തം മക്കളാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. കണ്ടോ ചെറുപ്പക്കാരാ, ആരോഗ്യം എന്റെയും നിങ്ങളുടെയും ആരോഗ്യമാണ്. 26 വയസ്സാണ്. അതിൽ 26 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് അതാ അവൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അവൻ ഈ അടുത്ത് നാട്ടിൽ വന്നതാണ്. പെണ്ണ് കാണാൻ വേണ്ടി നാട്ടിൽ വന്നതാണ്. ആ പെണ്ണ് കണ്ട് കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പെണ്ണ് കാണുന്ന സമയത്ത് ആ ചെറുപ്പക്കാരന് ചിന്തിച്ചുവോ, ഇത് കേവലം ഒരു ചടങ്ങ് മാത്രമാണ്. ഈ ദുനിയാവിൽ എനിക്ക് കല്യാണമില്ല, ഇവൾ എന്റെ ഭാര്യയായി വരേണ്ടവളല്ല, ഇത് കേവലം ഒരു ചടങ്ങ് മാത്രമാണ് എന്ന് ആ ചെറുപ്പക്കാരന് ചിന്തിച്ചിരുന്നു. ഇതുപോലെ ഏതൊരാളും അല്ലാഹുവിന്റെ വിളിക്കങ്ങ് ഉത്തരം ചെയ്യേണ്ടവരാണ്. പക്ഷേ ഉത്തരം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയട്ടെ ചെറുപ്പക്കാരെ, സമയം വല്ലാതെ വൈകുന്നുണ്ട്. തങ്ങളവരകൾ നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. ഇനി കൂടുതൽ നീട്ടിയാൽ എല്ലാവർക്കും പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ സമാപനത്തിലേക്ക് വരട്ടെ. മരിക്കുന്ന സമയത്ത് ഏതായാലും മരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടിയിട്ടങ്ങ് മരിക്കണോ? എങ്ങനെങ്കിലും ഒന്ന് മരിച്ചാ പോരാ, ഈമാൻ കിട്ടിയിട്ട് മരിക്കണോ? ചില ആളുകളങ്ങ് ഈമാൻ കിട്ടിയിട്ട് മരിക്കൂ, വേറെ ചില ആളുകളോ ഈമാൻ കിട്ടാതെ മരിക്കൂ. അതേ സമയത്ത് ഞങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. ഞങ്ങൾ മഹാന്മാരായ സാദാത്തുക്കളെ പ്രിയം വെക്കുന്നവരാണ്, ആലിമീങ്ങളെ പ്രിയം വെക്കുന്നവരാണ്, അശറഫുതങ്ങളെ പ്രിയം വെക്കുന്നവരാണ്, മുതഅല്ലിമീങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കണോ? അങ്ങനെ മരിക്കണമെങ്കിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഒരാവറക്കെ പറയണം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരണത്തിന് 3 നല്ല ലക്ഷണങ്ങളുണ്ട്. അതേ മരണത്തിന് 3 ചീത്തയായ ലക്ഷണങ്ങളുണ്ട്. നല്ല ലക്ഷണം കിട്ടിയാൽ നല്ല മരണമാണ്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഏതാണ് നല്ല ലക്ഷണം? 3 ലക്ഷണം. ഏതാണ് നല്ല ലക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉർഖുബൂലിൽ മയ്യിത്തി ഇൻദ മൗതിഹി സലാസ. ഒരാൾ മരിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി നോക്കണം, അയാളിൽ 3 നല്ല ലക്ഷണമുണ്ടോ, 3 ചീത്തയായ ലക്ഷണമുണ്ടോ? 3 ലക്ഷണം നല്ല ലക്ഷണം ഉണ്ടായാൽ ആ മയ്യത്ത് സ്വർഗത്തിലാണ്, 3 ചീത്തയായ ലക്ഷണം ഉണ്ടായാൽ ആ മയ്യത്ത് നരകത്തിലാണ്. അല്ലാഹു നമുക്കൊക്കെ നല്ല ലക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാണ് നല്ല 3 ലക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മുഅ്മിനു യമൂതു ബിഅർഖിൽ ജബീൻ. ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത് ഈമാനുള്ളയാൾ ഒരാൾ മരിക്കുമ്പോ അയാൾ
അയാളെ നെറ്റിത്തടത്തുനിന്ന് ഇങ്ങനെ വിയർപ്പിങ്ങനെ ഒഴുകി വരുന്നു. അപ്പൊ ഒരാള് മരിക്കുന്ന സമയത്ത് അയാള് നെറ്റിത്തടത്തുനിന്ന് വിയർപ്പങ്ങ് ഒഴുകി വന്നാൽ അത് നല്ല മരണമാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി രണ്ടാമത്തെ നല്ല ലക്ഷണം ഏതാണ്? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതാ ഒരാൾ മരിക്കുന്ന സമയത്ത് വദറഫത് ഐനാ, അയാളുടെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങ് ഇറ്റി വരികയാണ്. അങ്ങനെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റി വന്നാൽ എന്തേ കണ്ണുനീര് വരാൻ കാരണം? മരിക്കുന്ന സമയത്ത് ഖാലിസായ തൗബയിൽ നിന്നാണ് കണ്ണുനീരിറ്റി വരുന്നത്. റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ. നീ തന്ന കൈകൊണ്ട് ഒരുപാട് ഹറാം പ്രവർത്തിച്ചു, നീ തന്ന കാലുകൊണ്ട് ഒരുപാട് ഹറാമിലേക്ക് നടന്നു നീങ്ങി, നീ തന്ന മനസ്സുകൊണ്ട് ഒരുപാട് ഹറാം ചിന്തിച്ചു, പലരെയും ഗീബത്ത് പറഞ്ഞു നാവുകൊണ്ട്, പലരോടും അസൂയ കാണിച്ചു മനസ്സുകൊണ്ട്, പല ഹറാമും നോക്കി രസിച്ചു കണ്ണുകൊണ്ട്, പല ഹറാമും കേട്ട് രസിച്ചു കാതുകൊണ്ട്. തങ്ങന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുമ്പോ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുമ്പോ ഞാൻ ഏത് സദസ്സിലാണ് പോയി ഇരിക്കേണ്ടത്, ഞാൻ ഇപ്പൊ ഇരുന്നിട്ടുള്ളത് ഏത് സദസ്സിലാണ് എന്നൊന്നും ഞാൻ ചിന്തിക്കാതെ അതാ ഇപ്പുറത്ത് മഹാന്മാരായ സാദാത്തുക്കളെ തെരി പറഞ്ഞപ്പോ ഞാനത് കേട്ട് രസിച്ചു, ഞാൻ സിന്ദാബാദ് പറഞ്ഞു, ഞാൻ തക്ബീർ പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണോ ഒരാളെയും ചീത്ത പറഞ്ഞു പോകരുത്. എന്റെ വിഷയം ഇപ്പൊ അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ് അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഖദ്ദസല്ലാഹു അസ്റാറഹു. ഏത് തസ്തികയിലുള്ളവരാണെങ്കിലും ഒരാളെയും തെരി പറഞ്ഞു പോകരുത്, ഒരു തങ്ങളെയും കുറ്റം പറഞ്ഞു പോകരുത്, ഒരു പണ്ഡിതനെയും ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞു പോകരുത്. പറയുന്നവൻ ചിന്തിക്കണം, ഞാൻ ഈ പറയുന്നത് തങ്ങളെയാണല്ലോ, ഞാൻ ഈ പറയുന്നത് ഒരു ഉസ്താദിനെയാണല്ലോ, ആ തങ്ങളെ പാണ്ഡിത്യം എനിക്കുണ്ടോ, ആ തങ്ങളെ ഇബാദത്ത് എനിക്കുണ്ടോ, ആ ആലിമിന്റെ ഇൽമ എനിക്കുണ്ടോ, അവരൊക്കെ വലിയ മഹാന്മാരാണല്ലോ, ആ മഹാന്മാരെ തെരി പറയാ എനിക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന ബോധം വേണം. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ നല്ല മയ്യത്തിന്റെ ലക്ഷണം ഏതാണ്? അയാള് മരിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളമങ്ങ് ഏറ്റി വന്നു പോയ നല്ല മരണമാണ്. അല്ലാഹു നമുക്കതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഇനി മൂന്നാമത്തെ നല്ല ലക്ഷണം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഒരാള് മരിക്കുന്ന സമയത്ത് അയാളുടെ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങളെ കണ്ടില്ലേ, ആ ദ്വാരങ്ങള് ചിലപ്പോ ചില ആളുകളെ ദ്വാരങ്ങള് ഇടുങ്ങിയ ദ്വാരമാണ്. അതുകൊണ്ടാണ് അക്കിനിക്ക് ഭാഷയിൽ പറയും, മൂക്ക് ബിരിപ്പാട്ടണ്ട ഉള്ള പോലെ വെച്ചെങ്കിൽ മൂക്ക് ബിരിപ്പാട്ടണ്ട. മൂക്ക് ബിരിപ്പാട്ടണ്ട പറഞ്ഞാൽ മൂക്ക് ഇങ്ങനെ വിശാലമാക്കണ്ട, ഉള്ളതുപോലെ വെച്ചാ മതി. അതേ സമയത്ത് എത്ര മൂക്ക് ബിരിപ്പാട്ടണ്ട എന്ന് പറഞ്ഞാലോ, ഒരാൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുകയാണോ, എന്നാ പിന്നെ അയാളിൽ മൂക്ക് ഇങ്ങനെ നിവർന്നു നിൽക്കും എന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഖുർത്തുബി എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇത് നല്ല 3 ലക്ഷണമാണ്. ഈ 3 ലക്ഷണം വേണമെന്നില്ല. ഇതിന്റെ അർത്ഥം ഒരാൾ ഈ 3 ലക്ഷണം ഉണ്ടായില്ലെങ്കിൽ എന്നാ പിന്നെ പോയി നോക്കാം, വേർപ്പില്ല, എന്നായിക്കോട്ടെ, കണ്ണ് വെള്ളമിട്ടിട്ടില്ല, എന്നായിക്കോട്ടെ, മൂക്ക് നിവർന്നിട്ടില്ല, എന്നായിക്കോട്ടെ, നേരെ പോകട്ടെ നരകത്തില്, തീരുമാനിക്കണ്ട. ലക്ഷണമുള്ളത് കൊണ്ട് അവനക്ക് കിട്ടിയതല്ലാതെ അതില്ലെങ്കിൽ പിന്നെ കിട്ടൂല എന്നർത്ഥമില്ല. അതിന് ഒരുപാട് നാടൻ ഉദാഹരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല, തങ്ങൾ ഇപ്പൊ വരും. ഞാൻ നാടൻ ഉദാഹരണത്തിലേക്ക് കിടന്നാൽ ഇപ്പൊ തങ്ങൾ വരും. ഞാൻ എന്റെ സംസാരം ചുരുക്കാൻ. 3 ദുഷിച്ച ലക്ഷണമുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഏതാണ് 3 കേടായ ലക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ 3 ദുഷിച്ച ലക്ഷണം, 3-4 ലക്ഷണം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് സ്വർഗമില്ല. അതിൽ ഏതാണ് ഒന്നാമത്തെ ലക്ഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതാ ഒരാൾ മരിക്കുന്ന സമയത്ത് സുബ്ഹാന ജല്ല ജലാലുഹു എല്ലാവരും
എല്ലാവർക്കും സക്കറാത്തിന്റെ വേദനയുണ്ട്. സക്കറാത്തിന്റെ വേദന എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് ആരും ഒഴിവല്ലല്ലോ. ആ സക്കറാത്തിന്റെ വേളയിൽ ഓരോരുത്തർക്കും ഒരു ശബ്ദമുണ്ട്. അത് എല്ലാവർക്കുമുണ്ട്. അതേ സമയത്ത് ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത്, ഒട്ടകത്തിന്റെ കഴുത്ത് മുരുക്കിക്കൊല്ലുന്ന സമയത്ത് ആ ഒട്ടകമുണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ ശബ്ദമുണ്ടല്ലോ. അതുപോലത്തെ ശബ്ദം ഒരാളങ്ങ് മരിക്കുന്ന സമയത്തുണ്ടാക്കിയാൽ അത് നല്ല ലക്ഷണമേ അല്ല. അല്ലാഹു നമുക്കത് തരാതിരിക്കട്ടെ. ഇനി രണ്ടാമത്തെ ദുഷിച്ച ലക്ഷണം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കണ്ടോ എന്റെ സദസ്സിൽ കാണാൻ നല്ല ഹാൻസമായ ചെറുപ്പക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, ചില ചെറുപ്പക്കാരെ കാണുമ്പോ പറയില്ല, എന്തൊരു കാണാൻ നല്ല അഴകാണ്, എന്തൊരു ഭംഗിയാണ്. അല്ല ചെറുപ്പക്കാരെ, നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സലൂൺ ഏതായാലും പറ്റൂലല്ലോ. കാസർഗോട്ടേക്ക് പോയിട്ട് സലൂണിൽ കയറിയാലേ താടി ഒപ്പിക്കല് നന്നാവൂ, ഫേസ് വാഷ് ചെയ്തത് നന്നാവൂ. നമ്മൾ ആദൂർ പരിസരത്ത് എവിടെ സലൂൺ ഉണ്ടായാലും മൊയിലാരെ അത് പറ്റൂല മൊയിലാരെ. കാരണം താടി ഒപ്പിക്കുന്നത് ശരിയാവൂല, മുഖത്തേക്ക് ഫേസ് വാഷ് ചെയ്യുന്നത് ശരിയാവൂല എന്നും കരുതിയിട്ട് ഒന്നിരിക്കലോ പുത്തൂർ സിറ്റിയിൽ പോകൂ, അല്ലെങ്കിൽ കാസർഗോഡ് എങ്ങോട്ട് പോകൂ. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അതേ സമയത്ത് എത്ര കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനായാലും ഒരാൾ മരിക്കുന്ന സമയത്ത് അവന്റെ മുഖത്തെ നിറമങ്ങ് മാറിപ്പോയി, അവന്റെ ഭംഗിയങ്ങ് മാറിപ്പോയി. എന്നാൽ നല്ല കാണാൻ ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്, പക്ഷേ മരിക്കുന്ന സമയത്ത് അവന്റെ ഭംഗിയങ്ങ് മാറിപ്പോയി. അവന്റെ മയ്യത്ത് കിടത്തിയ സമയത്ത് അതാ ഞങ്ങ ചൊല്ലുല്ലേ, അവന്റെ മയ്യത്ര മുഖം നോക്കില്ല. സുബ്ഹാനല്ലാഹ്, ആ മുഖ ബാടി പോയി തുസ്താദേ, ആ മയ്യത്ര മുഖ ബാടി പോയി തുസ്താദേ, ബാടി പോയി തുസ്താദേ. മുഖം നോക്കുമ്പോ നിറമങ്ങ് മാറിപ്പോയി. ആ രൂപത്തിൽ മുഖത്തിന്റെ സൗന്ദര്യം തന്നെ നീങ്ങിപ്പോയാൽ, ആ മുഖം വിവർണമായി നിൽക്കുന്നത് കണ്ടാൽ അത് നല്ല മരണത്തിന്റെ ലക്ഷണമേ അല്ല. ഇനി മൂന്നാമത്തെ ദുഷിച്ച ലക്ഷണം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത്, ഓ കാരണവന്മാരെ, അതാ പീഡ്സ് രോഗികളെ നിങ്ങൾ കണ്ടിട്ടില്ലയോ? ആ രോഗിയുടെ അതാ ചുണ്ടിന്റെ പാർശ്വഭാഗത്തിലൂടെ നര വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഇതുപോലെ ഒരാളങ്ങ് മരിക്കുന്ന സമയത്ത് അയാളെ ചുണ്ടിന്റെ ഭാഗങ്ങളിലൂടെ നൊര വന്നാ, ആ മരിക്കുന്ന സമയത്ത് ചുണ്ട് കൂടെ ഒന്ന് നരവന്നു പോയാൽ അത് നല്ല മയ്യത്തിന്റെ ലക്ഷണമേ അല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അപ്പൊ ഈ മൂന്ന് നല്ല ലക്ഷണങ്ങളിൽ നല്ലത് നമുക്കുണ്ടാകണം, ദുഷിച്ചത് നമുക്കുണ്ടാകാൻ പാടില്ല. അതിന് എന്ത് ചെയ്യണം ചെറുപ്പക്കാരെ? എന്ത് ചെയ്യണം? ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സാദാത്തുക്കളുടെ സയ്യിദ്, സാദാത്തുക്കളുടെ വെല്ലിപ്പയായ താജിദാരെ മദീന, ആഖാവോ മൗലാ, സർക്കാരെ ആലം സയ്യിദെ കായിനാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, നൂർ की सागर, नूर की जलवा, नूर की जलका, जा मदीना तुझे सलाम. മദീനയിൽ കിടന്ന് വിശ്രമിക്കുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലിരുത്തണം, നബി തങ്ങളെ മഹബത്ത് വെക്കണം. ചെറുപ്പക്കാരാ, അന്യ പെണ്ണിനോട് പ്രണയം വേണ്ട. വാല് കേൾക്കുന്ന സഹോദരി, അന്യ ആണിനോട് ലൈനും കമന്റും ലവും ഒന്നും വേണ്ട. അതേ സമയത്ത് നമുക്കൊരു നേതാവിനെ പ്രണയിക്കാം. ഇവിടെ തീരെ പ്രണയം വേണ്ട എന്ന് പറയുന്നത് ഭൂഷണമല്ല. അതുകൊണ്ട് പറയട്ടെ, നമുക്കൊന്നിച്ച് പ്രണയിക്കാം. ആണ് പെണ്ണ് എന്ന വ്യത്യാസമില്ലാതെ പ്രണയിക്കാം. അതിലൊന്നും ഒരു ലിംഗമാറ്റവും പ്രശ്നമല്ല.
നമുക്കൊന്നിച്ച് സ്നേഹിക്കാം, ഒന്നിച്ച് പ്രണയിക്കാം. ആരെയാണ് പ്രണയിക്കേണ്ടത്? നാളെ ഞങ്ങൾ അങ്ങ് ഖബറിൽ അങ്ങ് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മെ ഖബറിൽ വന്ന് കൈപിടിച്ച് ഉയർത്തി രക്ഷപ്പെടുത്തേണ്ട നേതാവ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കണം. മഹാന്മാര് മുഴുവനും നബി തങ്ങളെ പ്രിയം വെച്ചതാണ്. അറിയില്ലേ, ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ചരിത്രം നോക്കിയാൽ അവിടുത്തെ ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമേ ഹജ്ജിന് പോയിട്ടുള്ളൂ. കൂട്ടുകാരും ശിഷ്യന്മാരും ചോദിക്കുകയാണ്, അല്ല ഇമാമേ, ഒന്നിലധിക തവണ കഅബ കാണാനുള്ള അവസരമുണ്ടായിട്ട് നിങ്ങൾ എന്തേ ഈ മദീന വിട്ട് മക്കയിലേക്ക് പോകാത്തത്? മാലിക് ഇമാം പറഞ്ഞ മറുപടി, മക്കളെ, എനിക്ക് പേടിയാകുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ അവസാനത്തെ ശ്വാസം ഈ മദീനയിലങ്ങ് അവസാനിക്കണം. എനിക്ക് മരിക്കണം, മദീനയിലങ്ങ് മരിക്കണം. അറിയില്ല ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ, ഹബീബിന്റെ റൗള ശരീഫിന്റെ ചാരത്ത് പോയി തങ്ങളെ എനിക്കിവിടെ തന്നെ ഒന്ന് മരിക്കണം എന്ന് കൊതിച്ചത് ഞങ്ങൾ വായിച്ചതല്ലേ. മരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബക്കാരെ വിളിച്ചു പറഞ്ഞു, എന്റെ മരണവാർത്ത കേട്ടാൽ നിങ്ങൾ കരഞ്ഞു പോകരുത്, നിങ്ങൾ സമയം വല്ലാതെ വൈകിപ്പിക്കരുത്. ഇതാ എന്റെ കയ്യിൽ കഫൻ തുണിയുണ്ട്, എന്റെ കയ്യിൽ അത്തർ കുപ്പിയുണ്ട്, ഇത് നിങ്ങളതാ എന്റെ ജനാസ സംസ്കരിക്കുന്ന സമയത്ത് ഉപയോഗിക്കണം. എല്ലാം കഴിഞ്ഞ് എന്റെ മയ്യത്ത് ഈ കഫൻ തുണിയിലങ്ങ് പൊതിയുന്ന സമയത്ത് എന്റെ അടുത്തുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പുണ്യ കേശമുണ്ട്. ആ പുണ്യ കേശമെടുത്ത് കഫൻ തുണിയിൽ വെക്കണം. എന്തേ കാരണം? ആ പുണ്യ കേശമുള്ള കഫൻ തുണിയിലങ്ങ് ഞാനതാ ഖബറിലങ്ങ് കിടക്കുമ്പോ എന്റെ നേതാവ് വരുന്ന സമയത്ത് ഈ പുണ്യ കേശം കൊണ്ട് എനിക്ക് എന്റെ ഖബറിലൊന്ന് രക്ഷപ്പെടാമല്ലോ. ആരാണ് പറയുന്നത്? ചെറുപ്പക്കാരാ, എന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവരാണോ? ആദ്യമായി മദ്രസ പ്രസ്ഥാനമെന്ന വിശാലമായ ആശയം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാനുള്ള മറുപടി അത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദാണ്. ഉറക്കെ ആമീൻ പറയൂ, അല്ലാഹ് ദറജ ഏറ്റിക്കൊടുക്കട്ടെ. മാലിക് ഇമാം പറഞ്ഞു, ഞാനങ്ങ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോയാൽ, ഞാനങ്ങ് മക്കയിൽ മരണപ്പെട്ടു പോയാലോ എന്റെ ആഗ്രഹം സഫലമാകൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഒന്നിലധിക തവണ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് പോയിട്ടില്ല. കണ്ടോ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സ്നേഹിച്ചത് കണ്ടോ? തീർന്നില്ല. ശാഫിഈ ഇമാമിന്റെ ശിഷ്യനും മദ്ഹബിന്റെ ഇമാമായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. മറിച്ച് നോക്കൂ, യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ശവാഹിദുൽ ഹഖ് അതിൽ പറയുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പ്രിയം വെച്ചു. ഏതുവരെ? മഹാനവരുകളുടെ ചരിത്രത്തിൽ കാണാം, ലം യഅകുലിൽ ബിത്തിഖാ, മഹാനവരുകൾ ബത്തക്ക കഴിച്ചിട്ടില്ല. വാട്ടർമെലൻ എന്ന ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ ചെറുപ്പക്കാരാ, ആ വാട്ടർമെലൻ എന്ന ഫ്രൂട്ട് ഇന്ന് സുബ്ഹാനല്ലാഹ് ഞങ്ങൾക്ക് മുന്നിൽ ബത്തക്ക വെച്ചാലോ എത്ര പെട്ടെന്നാണ് ഞങ്ങളത് തിന്നു തീർക്കുന്നത്. അത് പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യുമല്ലോ. അതേ സമയത്ത് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ജീവിതത്തിൽ ബത്തക്ക കഴിച്ചിട്ടില്ല. ശിഷ്യന്മാര് ബത്തക്ക കൊണ്ടുവന്ന് മുന്നിൽ വെക്കുന്നു, മഹാനവരുകൾ തൊടുന്നില്ല. ശിഷ്യന്മാർ ഇഷ്കാല് ചോദിക്കാണ്, സംശയം ചോദിക്കാണ്, അല്ല ഉസ്താദെ, ഞങ്ങൾ ഇതാ കാശ് കൊടുത്തിട്ട് ബത്തക്ക കൊണ്ടുവന്ന് നിങ്ങളെ മുന്നിൽ വെക്കുമ്പോ നിങ്ങൾ എന്തേ ബത്തക്ക കഴിക്കാറില്ലല്ലോ? എന്താണ് മഹാനവരുകൾ പറഞ്ഞ മറുപടി? ബത്തക്ക
നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് എന്നത് അറിയാം. അഹബ്ബുൽ ഫവാക്കിഹി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിത്തീഹ്. ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായത്തു വന്നിഹായയിൽ കാണാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമിദ്ദീനിൽ കാണാം. എന്നാലും ഞാൻ എന്റെ ബത്തക്ക കഴിക്കാതിരിക്കാൻ കാരണം എനിക്കറിയില്ല. മാ അറഫ്തു കൈഫിയത അക്ലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബിത്തീഖ.